നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ എന്തിനും ഏതിനും ജാതിയും മതവും തിരയുന്ന ആളുകൾ പൊതുവിൽ ഇപ്പോൾ കണ്ടുവരുന്നത് സമൂഹ മാധ്യമങ്ങളിലാണ്. ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലൊക്കെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അവിടെയൊക്കെ ആ പറഞ്ഞവന്റെ ജാതി അല്ലെങ്കിൽ ചെയ്തവന്റെ ജാതി തിരിഞ്ഞു പോകുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത്. കഴിഞ്ഞ ദിവസത്തെ തഹസിൽദാർ പവിയുടെ വിഷയം നമുക്ക് മുന്നിലുണ്ട്. ഒരു നായർ സ്ത്രീ അവരെങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അത്തരത്തിലുള്ള ആളുകൾ കമന്റ് ഇട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് ചിലരും രംഗത്ത് വരാറുണ്ട്. ഇതൊക്കെ തന്നെ വളരെയേറെ മോശം പ്രക്രിയയാണ്, അല്ലെങ്കിൽ പ്രവൃത്തിയാണ്. നമ്മുടെ ഇടയിൽ ജാതിയും മതവും ഒന്നും നോക്കാതെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് പലപ്പോഴും അറിയാത്ത തരത്തിൽ അല്ലെങ്കിൽ ഈ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. അവർ ഏറ്റവും കൂടുതലുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ വേടൻ വലിയൊരു പ്രതിഭാസമാണ്. വേടന് ഒരുപാട് ആരാധകരുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വേടൻ പറഞ്ഞ വാക്കുകളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചില വിവാദങ്ങൾ ഉയർന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പട്ടികജാതി വിഭാഗക്കാർക്ക് പഠിക്കാനുള്ള DNA ഇല്ല, അല്ലെങ്കിൽ പഠിച്ചത് ഓർമ്മിച്ചെടുക്കാനുള്ള DNA ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അത്തരത്തിൽ പരമായി വളരെ പുറകിലായി പോകുന്നത് അതുകൊണ്ടാണ് എന്നാണ് വേടൻ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് വേടൻ പറഞ്ഞ വാക്കുകൾ വിവാദമാക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്ന് വേടൻ പറഞ്ഞത് എന്തുകൊണ്ട് വിവാദമാക്കുന്നില്ല എന്നതാണ് ചോദ്യം. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ വേടനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകളെ ആസ്വദിക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹം പല അതായത് ജാതീയമായ പ്രശ്നങ്ങൾക്ക് നേരെ തൻ്റെ പാട്ടിലൂടെ പ്രതികരിക്കുന്നു എന്നത് തന്നെയാണ് ശ്രദ്ധേയം. അപ്പോൾ വേടൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ല എന്ന് ആ വിഭാഗം ചിന്തിച്ചതാണോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. എന്തായാലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവൊക്കെയുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഉയർന്നു വന്ന സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് അത്തരത്തിലൊരു കാര്യം വേടൻ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വരുന്നത് ജാതിയും മതവും ഒക്കെയാണ്. അതോടൊപ്പമാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഭാര്യയുടെ പേര് സ്മിത മേനോൻ എന്നാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് മേനോൻ എന്ന വാല് മുറിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചും ചില ജാതി ഓളികൾ അല്ലെങ്കിൽ കമന്റോളികളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ജാതിയും മതവും ഒക്കെ തന്നെ എല്ലായിടത്തും നോക്കിക്കാണുന്ന ആളുകളെ എന്ത് പറയാൻ, വളരെ മ്ലേച്ഛം എന്ന് മാത്രമേ പറയാനുള്ളൂ.